Kamal sir's contemporaries, who would you say is the best director? Obviously excluding you. അത് ഞാൻ പറയുന്നത് ശരിയല്ലല്ലോ. എന്തായാലും മലയാളത്തിലെ എല്ലാവരെയും എനിക്കിഷ്ടമാണ്, അതിൻ്റെ അകത്ത് യാതൊരു സംശയമില്ല. കാരണം ഓരോ രീതിയിൽ അവർക്ക് അവരുടേതായ ഇൻഡിവിജ്വാലിറ്റി ഉണ്ട്, അവരുടെ സിനിമകൾക്ക് അതിൻ്റേതായ മഹത്വമുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്ന ഒരു ഗോൾഡൻ ഇറയിലാണ് ഞാൻ നിൽക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ കൂടെ പ്രവർത്തിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. അപ്പോൾ ഒരാളെ നമുക്കങ്ങനെ പറയേണ്ട കാര്യമില്ല. ഏറ്റവും നല്ല പീരീഡിലേക്കല്ലേ നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്നത് അല്ലേ? അതെ, അതാണ് ഏറ്റവും വലിയൊരു. പ്രത്യേകിച്ച് കമലിനൊക്കെ സേതുമാധവൻ സാർ തൊട്ട് ഇങ്ങോട്ടുള്ള നല്ലൊരു ഇതുണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്, മമ്മൂട്ടി മോഹൻലാൽ എന്ന് പറയുന്ന രണ്ട് നടന്മാർക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് എം.ടിയും ഭരതനും പത്മനാഭൻ സാറും പോലെയുള്ള പ്രഗത്ഭരായിട്ടുള്ള ഇവരുടെ എല്ലാവരുടെയും കൂടെ ഏകദേശം എത്ര സ്ക്രിപ്റ്റ് അവർക്ക് ചെയ്തിട്ടുള്ളത് 80-90 കാലഘട്ടം വരെ. അതിനുശേഷം ആ ഭാഗ്യം ഏറ്റവും കൂടുതൽ കിട്ടിയത് എനിക്കായിരിക്കും തോന്നുന്നു. ഇവരുടെ കൂടെ ഏറ്റവും നല്ല കുറേ സിനിമകൾ ചെയ്യാൻ പറ്റിയത്. അപ്പോൾ ആരെന്ന് പറയാൻ പറ്റില്ല കേട്ടോ. അല്ല, അങ്ങനെ ഒരാളെ നമ്മൾ പറയലും അതല്ല. കാരണം ഓരോരുത്തർക്ക് അവരുടേതായ ഇൻഡിവിജ്വാലിറ്റി ഉള്ളതുകൊണ്ട് നമ്മളെങ്ങനെ ഒരാളാണ് ദി ബെസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല. ഡിപ്ലോമാറ്റിക് ആയിട്ടല്ല, അതൊരു ഇതിൻ്റെ അർത്ഥത്തിലല്ല. അത് ഞാൻ ഓപ്പണായിട്ട് പറയുന്ന ആളാണ്, അതിനെ പറ്റിയല്ല. പക്ഷേ ഇൻഡിവിജ്വാലിറ്റി ഉണ്ട് ഓരോരുത്തർ. ഇപ്പോൾ നമ്മളായിട്ട് കാണുമ്പോൾ തന്നെ ഭരതേട്ടൻ്റെ സിനിമ എന്ന് പറഞ്ഞാൽ അത് കണ്ടാൽ അറിയാം അതിൻ്റെ കളറും. ഭരതേട്ടൻ ബേസിക്കലി ഒരു പെയിൻറ്റർ ആയതുകൊണ്ട് ഓരോ ഷോട്ട് വയ്ക്കുമ്പോഴും അതിൻ്റെ ഒരു ഭംഗി. പത്മനാഭൻ സിനിമകളിൽ ആ സ്റ്റോറിയും ആ സ്ക്രീൻ പ്ലേയും കണ്ടറിയാം. ഇത് പത്മനാഭൻ സാറിൻ്റെ സിനിമ, സിബിയുടെ പടം കണ്ടറിയാം, കമലിൻ്റെ പടം കണ്ടറിയാം, സത്യനന്ദിക്കാരൻ്റെ പടം, ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ളതില്ലേ. നമ്മളെപ്പോഴും പറയുമ്പോൾ പാട്ടൂർ ഗോപാലകൃഷ്ണൻ മാസ്റ്റർ എന്ന് പറയുമ്പോൾ തന്നെ കമേഴ്ഷ്യൽ സിനിമയിൽ ഒരുപാട് മാസ്റ്റേഴ്സ് ഉണ്ട്. ഐ.വി. ശശിയെ പോലെ ഒരു ഡയറക്ടർ ഒന്ന് ആലോചിക്കുക, ലോകത്തിൽ തന്നെ എവിടെ ഉണ്ടാവില്ല. നമ്മൾ പലപ്പോഴും ഐ.വി. ശശിയെ എന്താ പറയുക മറക്കാറുണ്ട്, പലപ്പോഴും പല മീഡിയയിലും ലോകത്തുണ്ടാവില്ല. അതുപോലെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ള ഒരു ഡയറക്ടർ. അപ്പോൾ അതൊക്കെ ഉള്ള പണ്ട് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, എല്ലാവർക്കും ഐ.വി. ശശി ആവണം എന്നുള്ളതാണ് ആഗ്രഹം. ഞാനൊക്കെ സിനിമയിൽ വന്നതാണ്, ഐ.വി. ശശി ആവാൻ മോഹിച്ചുകൊണ്ട് സിനിമയിൽ വന്ന ആളാണ്. പി വാസുവിൻ്റെ കൂടെ വർക്ക് ചെയ്തപ്പോൾ, ആർ സുന്ദരരാജൻ ഡയറക്ടർ, ഇവരുടെ കൂടെയൊക്കെ വർക്ക് ചെയ്തപ്പോൾ അവർ പറയുന്നതാണ്, ഞങ്ങൾക്ക് കോയമ്പത്തൂരിൽ സിനിമ പോയി കാണുമ്പോൾ മലയാള സിനിമ കണ്ടിട്ട് എന്തെങ്കിലും ഒരു ഐ.വി. ശശി ആവാൻ പറ്റുമോ എന്നുള്ളതാണ്. സാറിൻ്റെ ഫിലിമിൻ്റെ കൺസെപ്റ്റ്സ് അബ്സ്ട്രാക്റ്റ് ആണോ, അല്ല എല്ലാം ഇന്റർലിങ്ക് ചെയ്യാൻ പറ്റുമോ? തീവണ്ടി, പ്രണയം, മഴ, അല്ല ഓൾ ഓഫ് എ ഔട്ട് ഓഫ് ദി ബ്ലൂ വരുന്ന കൺസെപ്റ്റ്സ് ആണോ, എല്ലാം ഒരു അതെന്താ വെച്ചാൽ അബ്സ്ട്രാക്റ്റ് എന്ന് പറയാൻ പറ്റില്ല. ഞാൻ വളരെ കൃത്യമായിട്ടാണ് എല്ലാം ചെയ്തിട്ട്. അതായത് ഇപ്പോൾ ട്രെയിനായാലും മഴയായാലും ഇതെല്ലാം നമ്മളെ ഇൻ്റർലിങ്ക് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്ന് മനുഷ്യൻ്റെ നൊസ്റ്റാൾജിയായിട്ട് ഭയങ്കരമായിട്ട് ബന്ധപ്പെട്ടു. അതാണ് എൻ്റെ ഏറ്റവും വലിയ. നമ്മൾ അത്തരം വിഷയങ്ങൾ എടുക്കുമ്പോൾ മഴയിലൊരു നൊസ്റ്റാൾജിയുടെ ഭയങ്കരമുണ്ട്, ട്രെയിനുണ്ട്, യാത്രകൾ. അപ്പോൾ എൻ്റെ പല സിനിമകളിൽ നിങ്ങൾ കാണാം, യാത്ര, ഏതെങ്കിലും ഒരു യാത്ര ഉണ്ടാവും. ചിലപ്പോൾ ബസ്സിലുള്ള യാത്രയെങ്കിലും ട്രെയിനിലുള്ള യാത്രയാണ്. ഇപ്പോൾ ശുഭയാത്ര എന്ന് പറയുന്ന പടത്തിൽ പോലും ഒരു ട്രെയിനിൽ തന്നെ നമ്മളൊരു ഫുൾ സോങ്. ട്രെയിൻ ജീവിതത്തിൽ ആർക്കാൻ മടുക്കില്ല. അതാണ് എത്ര ഒരു ബ്ലോക്കിൽ കിടന്നാൽ ആ ട്രെയിൻ പോകുമ്പോൾ നമ്മൾ ബോഗിയെങ്കിലും എണ്ണില്ലേ? അത് നമ്മൾ പിന്നെ എത്ര നമ്മൾ വിമാനം പോകുമ്പോൾ ഇങ്ങനെ നോക്കിയില്ല. അത് ട്രെയിൻ ഇപ്പോഴും ഭയങ്കര ഒരു ഇതുണ്ടാക്കുന്നില്ലേ? എത്ര ദൂരെ നിന്ന് വരികയാണെങ്കിലും നമ്മൾ നോക്കി. പിന്നെ യാത്ര എന്ന് പറയുന്നത് നമ്മുടെ ജീവിതമായിട്ട് ഭയങ്കരമായിട്ട് ബന്ധപ്പെട്ടാണ്. അതുകൊണ്ടാണ് ട്രെയിൻ. കൃഷ്ണകുടി എന്ന് പറയുന്നത് പ്രണയവും, അതാണ് അതിൻ്റെ ഒരു ഇത്. ഇപ്പോൾ ട്രെയിനിനെ നമുക്ക് ഉപയോഗിക്കാവുന്ന പല കാര്യങ്ങളുണ്ട്. പ്രണയത്തിനോട് ഉപയോഗിക്കാം, വിരഹത്തിനോട് ഉപയോഗിക്കാം, യാത്ര, അതുപോലെ തന്നെ എന്താണ് വീണ്ടും കണ്ടുമുട്ടൽ, ഇതിനൊക്കെ നമുക്ക് അതേപോലെ തന്നെയാണ് മഴയും. നമുക്ക് ലൈഫിൻ്റെ പല കാര്യങ്ങളെയും റിലേറ്റ് ചെയ്യാനായിട്ട് ഈ ഘടകങ്ങൾ ഉപയോഗിക്കാം. അത് എല്ലാം കൂടി ഒരു പടത്തിൽ വരുത്തുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അത് പ്രത്യേകിച്ചും ഈ പ്രണയവുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ വരുമ്പോഴാണ് അത്തരം സിനിമകൾ ഞാൻ കൂടുതൽ അങ്ങനെ ചെയ്തിട്ടുള്ളത്. മലയാളം സിനിമയും ഇൻ്റർനാഷണൽ സിനിമയും തമ്മിൽ എങ്ങനെ ഒരു കമ്പാരിസൺ നടത്തും? മലയാള അതായത് ഇൻ്റർനാഷണൽ സിനിമ എന്ന് പറയുമ്പോൾ ലോകത്തെ എല്ലായിടത്തും നല്ല സിനിമയും ചീത്ത സിനിമ ഉണ്ടാവണം. നമ്മളത് ആദ്യം മനസ്സിലാക്കണം. പലപ്പോഴും നമ്മൾ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ വരുമ്പോൾ ലോകത്തുള്ള ഏറ്റവും നല്ല ക്രീമായിട്ടുള്ള സിനിമകൾ മാത്രം കാണുന്നതുകൊണ്ട് അതിൽ ലോകത്തെ എല്ലായിടത്തും നല്ല സിനിമകൾ മാത്രം ഉണ്ടാകുന്നു, മലയാളത്തിൽ മോശം സിനിമകൾ ഉണ്ടാകുന്നു എന്ന് ധരിക്കരുത്. ഇറാനിനെ കുറിച്ച് പറയാം. ഇറാനാണ് ഇപ്പോൾ അടുത്ത കാലത്ത് കഴിഞ്ഞൊരു 2 ദശകങ്ങൾക്കിടയിൽ ഏറ്റവും നല്ല സിനിമകൾ വരുന്നു നമ്മൾ വിശ്വസിക്കുന്നു. പക്ഷെ അവിടെ വളരെ മോശം സിനിമകൾ ഇറങ്ങുന്നുണ്ട്. അത് നമ്മളാരും അറിയുന്നില്ല എന്ന് പറഞ്ഞ പോലെയാണ് മലയാള സിനിമയുടെ കാര്യം. നമ്മളൊരു എന്താ പറയുക, അന്താരാഷ്ട്ര നിലവാരമുള്ള സിനിമകൾ മലയാളത്തിൽ ഉണ്ടാകുന്നുണ്ട്, വല്ലപ്പോഴെങ്കിലും ഉണ്ടാകുന്നുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ നമുക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. അതാദ്യം മനസ്സിലാവും. ഒന്ന് നമ്മുടെ ബഡ്ജറ്റ്. ഇപ്പോൾ ഒരു അന്താരാഷ്ട്ര നിലവാരമുള്ള ഒരു മികച്ച സിനിമ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ജപ്പാനിലോ അല്ലെങ്കിൽ അതുപോലുള്ള രാജ്യത്ത് നിന്ന് വരുന്നത് മിനിമം 50 കോടി 100 കോടിയുടെ സിനിമകളാണ്. അല്ലാണ്ട് നമ്മളിവിടെ പക്ഷേ പലപ്പോഴും അന്താരാഷ്ട്ര നിലവാരത്തിൽ 1 കോടിയിലും 50 ലക്ഷത്തിലും പടം തീർക്കണം എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് വരുന്നു. പക്ഷേ ആശയപരമായിട്ട് നമ്മളെല്ലാ അന്താരാഷ്ട്ര സിനിമയുടെ നല്ല നിലവാരത്തിലുള്ള സിനിമകൾ ഇവിടെ ഉണ്ടാകുന്നുണ്ട്. ജയറാം സർ, ഒരു നടനെ സംബന്ധിച്ചിടത്തോളം അവാർഡ്സും റെക്കഗ്നിഷനും ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്നുണ്ടോ? പിന്നെ തീർച്ചയായിട്ടും ഒരു അവാർഡ് കിട്ടുക എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന ഒരു എന്തെങ്കിലും ഒരു ജോലിയുടെ പ്രതിഫലമായിട്ട് കിട്ടുന്നതല്ലേ, ഒരു അംഗീകാരമല്ലേ കിട്ടുന്നത്.
എന്ന് വെച്ച് നമ്മളതിൻ്റെ പുറകെ പോയിട്ടും കാര്യമില്ല. കാരണം ഇതൊരു ടേബിളിൻ്റെ ചുറ്റും ഇരുന്ന 10 പേര് തീരുമാനിക്കുന്ന കാര്യമാണ്. അതിന് നമ്മളുടെ ഭാഗ്യം വേണം, നമ്മൾ കാണിക്കുന്ന ആ സിനിമ നല്ലതാണെന്ന് അവർക്ക് തോന്നണം, നമ്മൾ അംഗീകരിക്കാൻ തോന്നണം. അതൊക്കെ ഇതുവരെ വരാത്തത് ഒരു ഡ്രീം റോൾ, താങ്കൾക്ക് അങ്ങനെ ഒരു ഡ്രീം റോൾ ഉണ്ടോ? ഇതുവരെ സിനിമയിൽ, മലയാള സിനിമയിൽ വന്നിട്ടില്ല. ഇല്ല കേട്ടോ, എന്നെപ്പോലത്തെ ആക്ടറൊന്നും അങ്ങനെ ഒരുപാട് മനസ്സിൽ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. കുഞ്ചൻ നമ്പ്യാർ അത് ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഭരതേട്ടൻ അങ്ങനെ ഒരു പ്രോജക്റ്റ് കുഞ്ചൻ നമ്പ്യാരായിട്ട്, അത് എന്നെ വെച്ച് കുറേ അദ്ദേഹം വരച്ച ചിത്രങ്ങളൊക്കെ എൻ്റെ വീട്ടിലുണ്ട്. സോ എല്ലാം പ്ലാൻ ചെയ്തതാണ്. ഫുൾ സ്ക്രീൻ പ്ലേ ഒക്കെ കുറേ പ്രാവശ്യം വായിച്ച് കുഞ്ചൻ നമ്പ്യാർ വളരെ ക്ഷീണിച്ചിട്ടായിരുന്നു. എൻ്റെ അടുത്ത് പറഞ്ഞു പട്ടിണി കിടന്നിട്ടാണെങ്കിലും അത്രയ്ക്ക് നന്നായിട്ട് മെലിയണം എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ ഒരു തയ്യാറെടുപ്പൊക്കെ ആയിട്ട് തുടങ്ങിയതാണ്. അപ്പോഴാണ് ഭരതേട്ടൻ നമ്മളെ വീട്ടിൽ പോയത്. പിന്നെ അത് നടന്നില്ല. ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ആ വരച്ച പടങ്ങൾ ഞാൻ എടുത്ത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് വീട്ടിൽ.